പണ്ടുകാലം മുതൽക്കേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു കളി പരിചയപ്പെടുത്താം. ഒരു ഗ്രാമീണ കളിയാണ് ഇത്. ബുദ്ധി മികവിൻ്റെ മാറ്റുരയ്ക്കുവാനുള്ള കളി തന്നെയാണ്. 9 യോദ്ധാക്കൾ എന്നാണ് കളിയുടെ പേര്. 9 മെൻസ് മോറിസ് എന്ന പേരിൽ ഇത് വളരെ പ്രസിദ്ധമാണ്. എന്തൊക്കെയാണ് ഇത് കളിക്കാൻ വേണ്ടത്? ഒന്ന്, ഒരു കളം. ആ കളമാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നത്. ഒരു ചതുരം, വലിയ ചതുരം. അതിനകത്ത് മറ്റൊരു ചെറിയ ചതുരം, വീണ്ടും ഉള്ളിൽ ചെറിയൊരു ചതുരം. അങ്ങനെ 3 ചതുരങ്ങൾ, പരസ്പരം ബന്ധിപ്പിക്കുന്ന 4 വരകൾ 4 ഭാഗത്തായി. ഇതാണ് കളം. പിന്നെ വേണ്ടത് എന്താ? കരുക്കളാണ്. ഇതാ 1, 2, 3, 4, 5, 6, 7, 8, 9 കരുക്കൾ. ഈ കളിക്കാരനും 9 കരുക്കൾ. 1, 2, 3, 4, 5, 6, 7, 8, 9. മറുകളിക്കാരനും. ഇങ്ങനെ ഓരോ കളിക്കാരനും 9 കരുക്കൾ വീതം ഈ കളത്തിലിറങ്ങി കളിക്കുകയാണ്. ഇതിന്റെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് എന്താ? ഇവർ പരസ്പരം വെട്ടി 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 അവസാനം തീർന്നുകൊണ്ടേയിരിക്കും. തീർന്ന് അവസാനം ആരാണോ 2 കരുക്കളിൽ എത്തിച്ചേരുന്നത് അയാളാണ് തോൽക്കുന്നത്. അവസാനം എന്ന് ഉദ്ദേശിച്ചത്, ഇതിൽ ഈ കളിക്കാരൻ വെട്ടി ഇയാൾക്ക് 5ഉം, ഈ കളിക്കാരൻ 2ലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഈ 2 നാണയക്കാരന് കളിക്കാൻ കഴിയില്ല. അതായത് അയാൾ പരാജയം സമ്മതിച്ചു. അതാണ് കളി. എങ്ങനെയാണ് ഈ 2ലേക്ക് വെട്ടി 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 ഇങ്ങനെ ചുരുങ്ങുന്നത്? അതിനൊരു നിബന്ധന ഉണ്ട്. ഒരേ ഒരു നിബന്ധനയേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ, ഈ കരുക്കള് ഈ കളത്തില് എവിടെയും വെക്കാം. അങ്ങനെ വെക്കുന്ന കൂട്ടത്തില് 3 കരുക്കൾ ഒരേ വരിയിൽ വന്നാൽ എതിർ കളിക്കാരന്റെ കരുക്കൾ വെട്ടാം. ഉദാഹരണത്തിന്, ഇയാളുടെ നാണയം കരു ഇവിടെ ഉണ്ട്. ഈ 3 കരു ഇങ്ങനെയാണെന്ന് വെക്കാം. ഈ കളിക്കാരന് ഇതിവിടെ നീക്കി വെച്ച് ഒരു വരിയിൽ 3 ആക്കാം. അങ്ങനെ 3 ആക്കി കഴിഞ്ഞാൽ ഇയാൾക്ക് ഒരു കരു വെട്ടിയെടുക്കാനുള്ള അർഹത കിട്ടി. അയാളത് വെട്ടി ഇങ്ങോട്ടേക്ക് മാറ്റും. ഇങ്ങനെയാണ് വെട്ടി വെട്ടി കരുക്കളൊക്കെ തീരുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ നീക്കമാണ്. ഓരോ നീക്കവും ഇങ്ങനെ 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 പോകാം. ക്രോസ് കൊള്ള ഇല്ല. എവിടെയാണോ ഈ വരയുള്ളത് ആ വരയിലൂടെ മാത്രമേ ഇത് നീക്കാൻ പറ്റുള്ളൂ. ഇതാണ് കളി. കുറച്ച് നീക്കങ്ങൾ പരിചയപ്പെടുത്താം. ഈ കരുക്കൾ ഇവിടെ ഉണ്ട്. ആ 9 കരുക്കൾ അവിടെയുണ്ട്. ആ കളിക്കാരൻ കളിച്ചു തുടങ്ങിയാണ്. അയാൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കരു വെക്കാൻ പറ്റും. ഇവിടെ വെച്ചു. അപ്പം ഇയാൾക്ക്, ഈ കളിക്കാരന് ഇതേപോലെ ഇവിടെ കൊണ്ടുവച്ചു. ഈ കളിക്കാരൻ ഇവിടെ വെച്ചു. ഇവിടെ വെച്ചതിൻ്റെ ഉദ്ദേശം മനസ്സിലായല്ലോ. 3ാമത്തെ കരു ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതൊരു വരിയിലാകും. വരിയിലായി കഴിഞ്ഞാൽ എതിർ കളിക്കാരൻ്റെ കരു വെട്ടിയെടുക്കാൻ പറ്റും. അത് മനസ്സിലാക്കിയ എതിർ കളിക്കാരൻ എന്ത് ചെയ്യുന്നു? അതിനെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പൊ 3ാമത്തെ കരു ഇപ്പൊ ഇവിടെ വെക്കാൻ കഴിയില്ല. വീണ്ടും ഇയാൾ അന്വേഷിക്കുക. തനിക്ക് ഇങ്ങനെ ഒരു വരിയിൽ 3 ആക്കാനുള്ള ചാൻസ് തന്നെയാണ്. അത് വെച്ച് ഇങ്ങനെ വെച്ചു. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. അടുത്ത കരു ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വെട്ടിയെടുക്കാൻ പറ്റും. അത് മനസ്സിലാക്കിയ ഈ എതിർ കളിക്കാരൻ അതും ഇവിടെ ബ്ലോക്കാക്കി. അങ്ങനെ ബ്ലോക്കാക്കുമ്പോൾ അയാൾ ശ്രദ്ധിക്കണം എന്താ? ഒരു വരിയിൽ 3 വെക്കാനുള്ള ചാൻസ് അയാൾ ഒരേ സമയം പരിശോധിക്കുകയും വേണം. ഇപ്പം ഏതായാലും ഇത് ബ്ലോക്കാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കളിക്കാരൻ തന്ത്രപൂർവം ഇവിടെ വെച്ചു.
അപ്പോൾ ആ ഗ്യാപ്പ്, ആ സ്പേസ് അവിടെ ലോക്ക് ചെയ്തു. വീണ്ടും 5 രൂപ ഈ കളിക്കാരൻ കരു ഇവിടെ വെച്ചാണ്, ഇവിടെ ഒരു ചാൻസ് ഉണ്ട്, അത് ബ്ലോക്കാക്കി ഇവിടെ വെച്ചു. വീണ്ടും 5 രൂപ നാണയക്കാരൻ ഇതാ ഇവിടെ വെച്ചു. 1 രൂപ നാണയക്കാരൻ അതും ബ്ലോക്ക് ചെയ്തു. 5 രൂപ നാണയക്കാരൻ ഇനി ഇപ്പോൾ നോക്കുന്നത് ഇവിടെ ഒരു ചാൻസാണ്. 1 രൂപ നാണയക്കാരൻ വളരെ ബുദ്ധിപൂർവ്വം ഒരുപക്ഷെ ആളവിടെ മുൻകൂട്ടി തന്നെ ബ്ലോക്ക് ചെയ്തു. ഈ കളിക്കാരൻ ഇതിവിടെ കൊണ്ടുവച്ചു. ഈ 1 രൂപ നാണയക്കാരൻ ഈ കളിക്കാരൻ ഇത് ഇവിടെ കൊണ്ടുവച്ചു. ഈ ഇവിടെ കൊണ്ടുവച്ചതിൻ്റെ ഉദ്ദേശം മനസ്സിലായല്ലോ. ഇതാ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഇത് ഇങ്ങോട്ടേക്ക് നീക്കി പിന്നെ ഇതൊരു വരിയിൽ 3 ആക്കാം, അല്ലെങ്കിൽ ഇത് ഇവിടെ വയ്ക്കാം. അത് മനസ്സിലാക്കിയ 5 രൂപ നാണയക്കാരൻ അത് ഇവിടെ കൊണ്ടുവച്ചു, ഇത് ലോക്ക് ചെയ്തു. ഇനി 1 രൂപ നാണയക്കാരൻ്റെ ചാൻസാണ്. അയാൾ ചെയ്തു വെച്ച് പണി കാണണോ, ഇതാ ഇവിടെ കൊണ്ടുവച്ചു. ഇവിടെ കൊണ്ടുവച്ചപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലായോ? ഇവിടെയും ഇവിടെയും ഒരു ഗ്യാപ്പ് ഇത് ഇങ്ങോട്ടേക്ക് നീക്കി 3 ആക്കാൻ പറ്റും. ഇത് ഒരു പ്രാവശ്യം നീക്കി ഇതും 3 ആക്കാൻ പറ്റും. അങ്ങനെ ഡബിൾ ചാൻസ് വന്നു കഴിഞ്ഞു. 5 രൂപ നാണയക്കാരൻ, ഇത് 5 രൂപ നാണയക്കാരനാണ്. ഈ കളിക്കാരൻ്റെ കരുക്കൾ, ഈ കളിക്കാരൻ്റെ കരുക്കൾ 1 രൂപ നാണയമാണ്. അപ്പം ഇനി അയാൾക്ക് ഈ 2 ചാൻസ് എങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും? അത് ഇവിടെ കൊണ്ടുവച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഇത് ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല, ഇതൊറ്റ നീക്കം മാത്രമേ ഉള്ളൂ. ഇവിടെ എവിടെയും ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഇയാൾക്ക് ഒരു മുൻകൈ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ആ നീക്കം കൂടി ഒന്ന് നോക്കാം. ഏതായാലും 5 രൂപ നാണയക്കാരൻ ഇതിവിടെ വരാതിരിക്കാൻ വേണ്ടി ഇതിങ്ങോട്ട് കൊണ്ടുവച്ചു. പക്ഷെ 1 രൂപ നാണയക്കാരൻ കിട്ടിയ ചാൻസ് മുതലാക്കി. കണ്ടോ, ഇവിടെ വന്നോ, ഒരു വരിയിൽ 3 എണ്ണം വന്നു കഴിഞ്ഞു. അപ്പോൾ അയാൾ ചെയ്യുന്ന പണി എന്താ വെച്ചാൽ, ഇതിൽ ഇപ്പോൾ 9 എതിർ കളിക്കാരൻ്റെ കരുക്കലുണ്ട്, അത് ഏതും വെട്ടിയെടുക്കാൻ പറ്റും. അയാൾ ആലോചിക്കുന്നത് എന്താ, തനിക്ക് ഇത് ഇങ്ങോട്ടേക്ക് വരാനുള്ള ചാൻസ് മുടക്കുന്നത് ഈ നാണയമാണ് തൽക്കാലം. അതുകൊണ്ട് അത് വെട്ടിയെടുത്തു, തൻ്റെ കൈവശമാക്കി. ഇനി 5 രൂപ നാണയക്കാരൻ ആലോചിക്കുന്നത് എന്താ, ഇയാളുടെ ചാൻസ് മുടക്കുക എന്നുള്ളതാണ്. അയാൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നു, ഈ നാണയം പുറകോട്ട് പോയി വീണ്ടും ഇങ്ങോട്ടേക്ക് വന്ന് ഇത് ഒരു വരിയിൽ 3 എണ്ണം സ്ഥാപിക്കാൻ പറ്റും, വെട്ടിയെടുക്കാനും പറ്റും. അതുകൊണ്ട് ഇത് ഇങ്ങോട്ട് പോകാതിരിക്കാൻ, ഇത് ഇവിടെ തന്നെ കൊടുക്കാൻ വേണ്ടി ഇയാൾക്കത് ചെയ്യാം, ഇത് ഇങ്ങോട്ടേക്ക് നീക്കി വെക്കാം. ഈ സമയത്ത് ഇയാൾക്ക് ഇവിടെ ഈ കളിക്കാരന് ഇങ്ങനെ ഒരു ചാൻസ് ഇവിടെ ഉണ്ട്, അത് കണക്കാക്കി അങ്ങോട്ടേക്ക് പോയി. ഇനി 5 രൂപ നാണയക്കാരനാണ്. 5 രൂപ നാണയക്കാരൻ അക്ഷരാർത്ഥത്തിൽ ആകെ ട്രാപ്പിലാണ്. ഏതായാലും അയാൾ ചെയ്തു വെച്ച പണി എന്താ, തൽക്കാലം ഇത് ഇങ്ങോട്ടേക്ക് നീക്കി. അപ്പോൾ 1 രൂപ നാണയക്കാരൻ ഇത് ഇവിടെ വെക്കുകയും ഇത് തനിക്ക് ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കി ഇത് വെട്ടിയെടുക്കുകയും ചെയ്യും. ഇനി 5 രൂപ നാണയക്കാരൻ്റെ കളിയാണ്. ഒരു തരത്തിലും ഇപ്പോൾ ഒരു വരിയിൽ 3 എണ്ണം വീതം വെക്കാനുള്ള ചാൻസ് കാണുന്നില്ല. ഇത് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് വീണ്ടും അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ചാൻസും കാണുന്നില്ല. കാരണം ഇവിടെ ഒരു നാണയം വന്നാൽ മാത്രമേ അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനടുത്തൊന്നും നാണയങ്ങൾ കാണുന്നില്ല. പിന്നെ ഒരു വരിയിൽ 2 എണ്ണം ഇവിടെ ഉണ്ട്, പക്ഷേ ഇവിടെ ഇത് വന്ന് ആകെ ബുദ്ധിമുട്ടാക്കി വെച്ചിരിക്കുകയാണ്. ഏതായാലും ഇവിടേക്ക് വരാനുള്ള ഒരവസരം നോക്കി മെല്ലെ ഇങ്ങോട്ടേക്ക് വന്നു. 1 രൂപ നാണയക്കാരൻ ഇങ്ങോട്ടേക്ക് നീക്കി.
ഇയാൾ ഇങ്ങോട്ടേക്ക് വന്നു, ഒരു രൂപ നാണയക്കാരൻ ഇങ്ങോട്ട് നീക്കി, ഇത് ഇവിടെ വന്ന് ഇത് ബ്ലോക്കാക്കും എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി അത് വെട്ടിയെടുക്കുക എന്നുള്ളതാണ്. അതാണ് ബുദ്ധി. ഇപ്പോൾ ഈ 5 രൂപ വെച്ച് കളിക്കുന്ന കളിക്കാരന് 1 രൂപ നാണയം വെട്ടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അത്ര എളുപ്പവുമല്ല അതിൻ്റെ ചാൻസ്. കാരണം ഇത് സുഖമായിട്ടിപ്പം ഇവിടെ എവിടെയും തടസ്സപ്പെടുത്താനുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എല്ലാ കോലുകളും വെട്ടി തീർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ 1 രൂപ നാണയക്കാരനാണ് ഇപ്പോൾ ഇവിടെ വിജയ സാധ്യത ഉള്ളത്. ഇത് ഞാൻ തന്നെ 1 രൂപ നാണയവും 5 രൂപ നാണയവും നീക്കി വെക്കുന്നത് കൊണ്ട് എൻ്റെ ഒരു ചിന്ത ഈ കളി മനസ്സിലാക്കുക എന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ്. എന്നാൽ കളിക്കുന്ന 2 പേർ തമ്മിൽ കളിക്കുമ്പോൾ ഇങ്ങനെയല്ല കളി വരിക. പക്ഷേ അതായത് ഈ കരുക്കളുടെ നീക്കം ഇങ്ങനെയല്ല വരിക. 2 പേരും ഗാഠമായിട്ട് തന്നെ ആലോചിച്ച് ആവശ്യമായ നീക്കങ്ങൾ, എതിരാളിയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ കളി ഇവിടെ പരിചയപ്പെടുത്തിയതാണ്. ഇനി നിങ്ങൾ ഒന്ന് കളിച്ച് പ്രാക്ടീസ് ചെയ്യുക.